തൃശൂർ DIG ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെതിരെ പോലീസ് കള്ളക്കേസെടുത്തെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്ന തൃശൂർ മേയർ MK വർഗീസ്. താൻ BJPയിലേക്ക് പോകുമെന്ന വാർത്തകൾ തെറ്റെന്നും മേയർ. തളിക്കുളം തമ്പാൻ കടവ് അറപ്പയ്ക്ക് സമീപം കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. നീലഗിരി കൂനൂർ സ്വദേശി അമനെയാണ് കാണാതായത്. യുവാവിനായുള്ള തിരച്ചിൽ തുടരുന്നു. പോസ്റ്റ് ഓഫീസുകൾ വഴിയുള്ള പെൻഷൻ വിതരണം പ്രതിസന്ധിയിൽ. സാങ്കേതിക തടസ്സങ്ങളാൽ പെൻഷൻ വിതരണം വൈകുമെന്ന് അറിയിപ്പ്. പാലപ്പള്ളി കാരിക്കുളത്ത് കാട്ടാന ആക്രമണം. സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്തിറങ്ങിയ ആന ശുചിമുറിയും സെപ്റ്റിക് ടാങ്കും കൃഷിയും നശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ DIG ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെതിരെ കള്ളക്കേസെടുത്തതിൽ CPM പോലീസ് ഗൂഢാലോചന ഉണ്ടെന്നാരോപിച്ച് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വിദ്യാർത്ഥി കോർണറിൽ നിന്നും സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന മാർച്ച് DIG ഓഫീസിന്റെ 100 മീറ്റർ അകലെ വെച്ച് പോലീസ് തടഞ്ഞു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രവർത്തകർ മറിച്ചിടാൻ ശ്രമിച്ചതോടെയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിച്ചു. മാർച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ NDA വിജയിച്ചതിൽ CPMന് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അതിന്റെ പേരിൽ BJP ജില്ലാ പ്രസിഡന്റിനെതിരെ കേസെടുത്ത് പാർട്ടിയെ നിർവീര്യമാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണെന്ന് MT രമേശ് പറഞ്ഞു. BJP നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി രാഷ്ട്രീയം നടത്താമെന്ന് CPMും പോലീസും കരുതേണ്ട. പിണറായി ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന പോലെ തങ്ങളെ ഭീഷണിപ്പെടുത്താൻ വരേണ്ട. പിണറായി പറഞ്ഞ രക്ഷാപ്രവർത്തനം തങ്ങളും നടത്തിയാൽ അത് നിങ്ങൾ താങ്ങില്ലെന്നും MT രമേശ് പറഞ്ഞു. BJP നേതാക്കളായ KR ഹരി, ബിജോയ് തോമസ്, സുരേന്ദ്രൻ ഐനിക്കുന്ന് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ഉദ്ഘാടനത്തിന് ശേഷം സംഘർഷമുണ്ടായതിനെ തുടർന്ന് പ്രവർത്തകർക്ക് നേരെ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. ന്യൂസ് ഡെസ്ക് TCV. സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്ന് തൃശൂർ മേയർ MK വർഗീസ്. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മേയർ. സുരേഷ് ഗോപിയുമായി നടന്നത് മന്ത്രി എന്ന നിലയിലുള്ള ആശയവിനിമയം മാത്രമാണ്. രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് വികസന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാനാകില്ല. തന്റെ ആദർശവും സുരേഷ് ഗോപിയുടെ ആദർശവും വേറെയാണ്. താൻ BJPയിലേക്ക് ഇപ്പോൾ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും മേയർ പറഞ്ഞു. വികസന കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെ മുന്നോട്ടു പോകുമെന്നും മേയർ വ്യക്തമാക്കി. അതേസമയം മേയർ സുരേഷ് ഗോപി ബന്ധത്തിൽ വെട്ടിലായിരിക്കുകയാണ് ജില്ലയിലെ ഇടതുമുന്നണി നേതൃത്വം. കഴിഞ്ഞ ദിവസം അയ്യന്തോളിൽ നടന്ന ചടങ്ങിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മേയർ MK വർഗീസും പരസ്പരം പുകഴ്ത്തി സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത് നമ്മുടെ അവിടെ ഒരു പുരോഗതി നമ്മളെ അത്യാവശ്യമല്ലേ. ആ പുരോഗതിക്ക് അദ്ദേഹം പല പദ്ധതികളും അദ്ദേഹം തയ്യാറാക്കുന്നത് നല്ല കാര്യം. അത് തൃശ്ശൂർക്കാർക്ക് ഗുണകരമായി വരണ്ടേ. അതിനകത്തൊരു രാഷ്ട്രീയം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന് കൊണ്ടുവരുന്ന വലിയ പദ്ധതികൾ കൊണ്ടുവരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് കേരളത്തിനും അതുപോലെ തൃശ്ശൂർക്കും വലിയ ഗുണകരമായി വരും. കാരണം അദ്ദേഹത്തിൽ വലിയ പദ്ധതികളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് മുമ്പ് മനസ്സിലായിട്ടുണ്ട്. സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റും. അദ്ദേഹം ഒരു മന്ത്രിയായി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടിൽ കൂടി ആഗ്രഹങ്ങളിൽ കൂടി ഒരു മേയർ എന്ന നിലയ്ക്ക് എന്നോട് ആശയവിനിമയം ചെയ്തു എന്നതിൽ കവിഞ്ഞ് മറ്റു തരത്തിലുള്ള രാഷ്ട്രീയം ഇതിനകത്ത് കൂട്ടിക്കലർത്തേണ്ട യാതൊരു ആവശ്യമില്ല. തളിക്കുളം തമ്പാൻ കടവ് അറപ്പയ്ക്ക് സമീപം കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. നീലഗിരി കൂനൂർ സ്വദേശി 21 വയസ്സുള്ള അമനെയാണ് കാണാതായത്. കോയമ്പത്തൂരിൽ നിന്നെത്തിയ 7 അംഗ സംഘത്തോടൊപ്പമാണ് അമൻ എത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി. കടൽക്ഷോഭം മൂലം തിരച്ചിൽ ദുഷ്കരമായിരിക്കുകയാണ്. പോസ്റ്റ് ഓഫീസുകൾ വഴിയുള്ള പെൻഷൻ വിതരണം പ്രതിസന്ധിയിൽ. സാങ്കേതിക തടസ്സങ്ങളാൽ പെൻഷൻ വിതരണം വൈകുമെന്ന് അറിയിപ്പിറങ്ങി.
സംസ്ഥാനത്തെ പോസ്റ്റ് ഓഫീസുകൾ വരുത്തിയ വീഴ്ചയാണ് തടസ്സത്തിന് കാരണം. പെൻഷൻ തുക മണി ഓർഡറായി കൈമാറാൻ കേന്ദ്രം തയ്യാറാക്കിയ പോർട്ടലിൽ പോസ്റ്റ് ഓഫീസുകൾ രജിസ്റ്റർ ചെയ്യണം. 2019 മുതൽ ഈ നിയമമുണ്ടെങ്കിലും കേരളത്തിലെ ഒരു പോസ്റ്റ് ഓഫീസും രജിസ്റ്റർ ചെയ്തില്ല. ഓഡിറ്റിൽ ഇത് കണ്ടെത്തിയതോടെ പണം കൈമാറാനാവില്ലെന്ന് ബാങ്ക് അറിയിച്ചു. ഇതോടെയാണ് സർവീസ് പെൻഷനും കുടുംബ പെൻഷനുമായി 22,000-ഓളം പേർക്ക് ഈ മാസം പെൻഷൻ കിട്ടാൻ വൈകുമെന്ന് കാണിച്ച് ട്രഷറി ഡയറക്ടർ അറിയിപ്പിറക്കിയത്. ശാരീരിക ബുദ്ധിമുട്ടും പ്രായാധിക്യവും കാരണം ട്രഷറിയിലോ ബാങ്കിലോ എത്തി നേരിട്ട് പെൻഷൻ വാങ്ങാൻ സാധിക്കാത്തവരാണ് പോസ്റ്റ് ഓഫീസ് മുഖേന പെൻഷൻ കൈപ്പറ്റുന്നത്. മണി ഓർഡറായി ഇവരുടെ വീട്ടിൽ പെൻഷൻ തുകയെത്തും. വീഴ്ച പരിഹരിച്ച് പോസ്റ്റ് ഓഫീസ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ ഇവർക്കിനി പെൻഷൻ മണി ഓർഡറായി ലഭിക്കൂ. TCV തൃശൂർ. പാലപ്പള്ളി കാരിക്കുളത്ത് കാട്ടാന ആക്രമണം. കാരിക്കുളം ഉമ്മത്തൂർ മൊയ്തീന്റെ വീട്ടുമുറ്റത്ത് കാട്ടാന ഇറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തി. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. പറമ്പിന്റെ അതിർത്തിയിലെ സംരക്ഷണ ഭിത്തി തകർത്താണ് ആന വീട്ടുമുറ്റത്തെത്തിയത്. വാഴയും മറ്റ് കാർഷിക വിളകളും നശിപ്പിച്ച ആന ശുചിമുറിയുടെ വാതിലും സെപ്റ്റിക് ടാങ്കും തകർത്തു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നെങ്കിലും ഭീതി മൂലം പുറത്തേക്കിറങ്ങിയില്ല. ഇഞ്ചക്കുണ്ടിൽ നിന്ന് വനപാലകർ സ്ഥലത്തെത്തി. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി നാശം വിതച്ചതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കേരള സമൂഹം ശാസ്ത്ര പ്രബുദ്ധത വീണ്ടെടുക്കേണ്ടതുണ്ടെന്നും ആഭിചാരങ്ങൾ ആഘോഷമാക്കുന്ന പ്രവണത സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. കേരള വന ഗവേഷണ സ്ഥാപനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശാസ്ത്ര സ്ഥാപനങ്ങൾ സാമൂഹ്യ നന്മയ്ക്കായി പ്രവർത്തന രീതികളിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യ വന്യജീവി സംഘർഷം എന്നീ മേഖലകളിൽ കൂടുതൽ ഗവേഷണം നടത്തേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരള വന ഗവേഷണ സുവർണ ജൂബിലി ലോഗോ പ്രകാശനവും അന്താരാഷ്ട്ര സൈലേറിയം വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ഔഷധ സസ്യ കർഷകരുടെ അനുഭവ പാഠങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൊഫസർ KP സുധീർ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ B മോഹൻകുമാർ, ഡോക്ടർ CTS നായർ, രേഷ്മ സജീഷ്, ഡോക്ടർ N കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷ്ണകുമാർ IFS, RSP മധ്യമേഖലാ നേതൃയോഗം തൃശൂരിൽ നടന്നു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJP ജയിക്കാനിടയായ സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും തൃശൂരിലെ രാഷ്ട്രീയ മാറ്റം ആശങ്കക്കിടയാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ കരുത്ത് തെളിയിച്ചുവെന്നും ഇന്ത്യ മുന്നണി മോദി സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്നും ഷിബു ബേബി ജോൺ കൂട്ടിച്ചേർത്തു. സംസ്ഥാന കമ്മിറ്റി അംഗം പാലോട് സതീഷ്, കേന്ദ്ര കമ്മിറ്റി അംഗം PT പ്രസന്നകുമാർ, ജോർജ് സ്റ്റീഫൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിന്റെ ഒരു പരിണാമം എന്നുള്ള നിലയിൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണവും പൂർത്തീകരിച്ചു. പക്ഷേ ഇന്ത്യൻ ജനത എക്കാലവും ജാതിയുടെയും മതത്തിന്റെയും മയക്കുമരുന്നിൽ കഴിയില്ല. അവരുടെ പട്ടിണിയും അവരുടെ ഗവൺമെന്റിന്റെ നയങ്ങളെ വിലയിരുത്തുന്നത് അമ്പലം പണിതോ ഇല്ലയോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാക്കാനെന്ന് തെളിയിച്ചുകൊണ്ടുള്ള വിധിയെടുക്കാറുണ്ടായി. 2 സംസ്ഥാനങ്ങളാണ് നമ്മുടെ പ്രതീക്ഷകൾ തെറ്റിച്ചത്. തൃശൂർ അയ്യന്തോൾ ഔട്ട്പോസ്റ്റ് ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കൗൺസിലറുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. 6 മാസത്തിൽ കൂടുതലായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി പോകുന്നത്. ഇക്കാര്യം നിരവധി തവണ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇടപെടാതെ വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും പരസ്പരം പഴിചാരുകയാണ്. ഇതോടെയാണ് ഡിവിഷൻ കൗൺസിലർ സുനിത വിനുവിന്റെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷൻ ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി A പ്രസാദ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഭരണകൂടത്തിനും ജില്ലാ കോടതിക്കും തൊട്ടുമുൻപിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുമ്പോഴും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഈ സമീപനം ധിക്കാരപരമാണെന്ന് പ്രസാദ് പറഞ്ഞു. ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇസ്മായിൽ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K സുരേഷ്, K സുമേഷ്, ഹരിത് B കല്ലുപാലം, ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
റോഡിൽ പരിക്കേറ്റ് ബോധരഹിതനായി കിടന്നയാളുടെ ജീവൻ രക്ഷിച്ച ബസ് തൊഴിലാളികൾക്ക് മോട്ടോർ വാഹന വകുപ്പ് സ്നേഹാദരം നൽകി. വടക്കാഞ്ചേരി ചേലക്കര റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാസ്ത ബസ് ജീവനക്കാരായ ഡ്രൈവർ സന്തോഷ്, കണ്ടക്ടർ ജിതിൻ എന്നിവരെയാണ് വടക്കാഞ്ചേരി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ആദരിച്ചത്. ജോയിന്റ് RTO അഫ്സൽ അലി ഉദ്ഘാടനം ചെയ്തു. MVI AK രാജീവൻ അധ്യക്ഷത വഹിച്ചു. ആക്സ് പ്രസിഡന്റ് VV ഫ്രാൻസിസ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത്, G സുരേഷ് എന്നിവർ പങ്കെടുത്തു. ദേവാങ്കണം ചാരുഹരിതം പദ്ധതിക്ക് മുല്ലശ്ശേരിയിൽ തുടക്കമായി. ദൈനംദിന പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള ചെടികളാണ് നട്ടുവളർത്തുന്നത്. ശ്രീ ഹനുമാൻകാവ് ക്ഷേത്ര പരിസരത്ത് ആരംഭിച്ച പദ്ധതി മുല്ലശ്ശേരി പഞ്ചായത്ത് കൃഷി ഓഫീസർ അമല ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രസമിതി പ്രസിഡന്റ് TM വിജയൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രസമിതി സെക്രട്ടറി PA സുരേഷ്, KK അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. DYFI മതിലകം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഹൈവേയിൽ വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും ജീവന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുക, ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി തകർന്ന പൈപ്പ് ലൈനുകൾ പുനഃസ്ഥാപിക്കുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. നിരവധി തവണ NH അധികാരികൾക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിനാലാണ് സമരവുമായി DYFI രംഗത്ത് വന്നത്. മതിലകം സെന്ററിൽ സംഘടിപ്പിച്ച സൂചനാ സമരം DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ബാദുഷ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി അൽകേഷ്, മേഖലാ സെക്രട്ടേറിയറ്റ് അംഗം ആദിത്, ജില്ലാ കമ്മിറ്റി അംഗം റീമ K ഹമീദ്, CPM ലോക്കൽ സെക്രട്ടറി PH അമീർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് മതിലകം ഗ്രാമപഞ്ചായത്തിലെ ദേശീയപാതയോരത്തുള്ള, മതിലകം ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്തുള്ള ദേശീയപാതയോരത്തുള്ള മുഴുവൻ അപകടകരമായ മരങ്ങളും വെട്ടിമാറ്റണം എന്ന് 2 മാസങ്ങൾക്ക് മുമ്പ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും തദ്ദേശ സ്വയംഭരണ പ്രതിനിധികളുടെയും വിശന്നിരിക്കുന്നവരില്ലാത്ത നഗരം എന്ന ലക്ഷ്യത്തോടെ ലയൺസ് ക്ലബ്ബുകൾ ചേർന്ന് ആവിഷ്കരിച്ച മന്ന ഹങ്കർ ഫ്രീ സിറ്റി പദ്ധതി 1 വർഷം പൂർത്തിയായി. ശക്തൻ നഗറിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ പന്തലിൽ ദിവസവും 500ഓളം പേരാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. മന്ന പന്തലിൽ നടന്ന ചടങ്ങിൽ മേയർ MK വർഗീസ് വാർഷികാഘോഷം കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില മുഖ്യാതിഥിയായിരുന്നു. തെരുവിൽ ജീവിക്കുന്നവരടക്കം നഗരത്തിൽ ആരും വിശന്നിരിക്കരുത് എന്ന ആശയത്തിന്റെ ഭാഗമായാണ് മന്ന ഹങ്കർ ഫ്രീ സിറ്റി പദ്ധതി ലയൺസ് ക്ലബ്ബും കോർപ്പറേഷനും ചേർന്ന് നടപ്പാക്കിയത്. പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ എന്ന നമ്മുടെ മേയർ വൈലോപ്പള്ളി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവേകോദയം സ്കൂളിൽ നടന്ന 9ാം ക്ലാസ് പാഠപുസ്തക ശില്പശാല സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ SK വസന്തൻ അധ്യക്ഷത വഹിച്ചു. 2 ദിവസങ്ങളായി നടക്കുന്ന ശില്പശാല ഞായറാഴ്ച സമാപിക്കും. M ഹരിദാസ്, ജിബി കിരൺ, ജോൺ ജോഫി എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. സമഗ്ര ശിക്ഷ കേരള കൊടുങ്ങല്ലൂർ BRCയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സമാപിച്ചു. BRC പരിധിയിൽപ്പെട്ട സ്കൂളുകളിലെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കേൾവി, സംസാര പരിമിതി, ബുദ്ധിപരിമിതി, അസ്ഥിപരമായ പരിമിതി എന്നീ വിഭാഗങ്ങളിലാണ് ക്യാമ്പുകൾ നടത്തിയത്. ഡോക്ടർ സുധീർ, ഡോക്ടർ സംഗീത, പറപ്പൂക്കര ഡോക്ടർ പീറ്റർ, സിസ്റ്റർ സ്റ്റെല്ല, ഓഡിയോളജിസ്റ്റ് ഐശ്വര്യ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വെള്ളിക്കുളങ്ങര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ദിനാചരണം സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് IR ബാലകൃഷ്ണൻ പതാക ഉയർത്തി. സെക്രട്ടറി KR രാധാകൃഷ്ണൻ, NS വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുന്നു. കേരള തീരത്ത് ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ അടുത്ത 5 ദിവസം മഴ തുടരും. വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. സ്പന്ദനം വടക്കാഞ്ചേരിയുടെ 10ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവം മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA മുഖ്യാതിഥിയായി.
സ്പന്ദനം പ്രസിഡന്റ് CO ദേവസി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, സ്പന്ദനം സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ, PSA ബക്കർ, JN മേലേതിൽ, KS ജോർജ്, കൌൺസിലർ AD അജി എന്നിവർ സംസാരിച്ചു. ഗുത്തലി ലഡു, ധരണി, ദായം എന്നീ ചലച്ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കും. ചലച്ചിത്രോത്സവം 9-ന് സമാപിക്കും. വിവിധ ഭാഷകളിലുള്ള 25ഓളം ചലച്ചിത്രങ്ങളും 25ഓളം ഹ്രസ്വ ചിത്രങ്ങളും ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കും. വലിയ പ്രാധാന്യം ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ മറ്റത്തൂർക്കുന്ന് ആറ്റപ്പള്ളി റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായി. ആറ്റപ്പള്ളിയിൽ നിന്ന് മറ്റത്തൂരിലേക്ക് പോകുന്ന ഭാഗത്ത് 200 മീറ്ററോളം റോഡ് പൂർണ്ണമായി തകർന്ന നിലയിലാണ്. മാസങ്ങൾക്ക് മുൻപേ കുഴികൾ രൂപപ്പെട്ട റോഡ് മഴക്കാലമായതോടെ കൂടുതൽ ശോച്യാവസ്ഥയിലായി. കൊടകരയിൽ നിന്ന് നന്ദിപുലം, വരന്തരപ്പള്ളി, മുപ്പളിയം എന്നിവിടങ്ങളിലേക്ക് ആറ്റപ്പള്ളി പാലത്തിലൂടെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന റോഡാണിത്. യാത്രാ ദുരിതം കണക്കിലെടുത്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വരന്തരപ്പള്ളി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള റോഡ് തകർന്നു. പൗണ്ട് മുതൽ കുടുംബാരോഗ്യ കേന്ദ്രം വരെയുള്ള റോഡാണ് കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായത്. മഴ കനത്തതോടെ കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വരുന്ന പ്രായമായവരടക്കം ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. നിരവധി സ്കൂൾ വാഹനങ്ങൾ പോകുന്ന റോഡ് തകർന്നിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ വരന്തരപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. പാഞ്ഞാൾ പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ BJP പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, വഴിവിളക്കുകൾ ഉടനടി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചത്. SI മോർച്ച ജില്ലാ പ്രസിഡന്റ് VC ഷാജി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് CM സുമേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ അശ്വതി സജു, ലതാ ഭാസ്കർ, BJP പൈങ്കുളം മേഖലാ ജനറൽ സെക്രട്ടറി VP പ്രമോദ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിജയോത്സവം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KR മായ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിജിത ബിനീഷ്, ചേലക്കര പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK ശ്രീവിദ്യ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര 18-ാം വാർഡിൽ നിർമ്മിക്കുന്ന SC സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണോദ്ഘാടനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സ്വപ്ന സത്യൻ, ജോയ് നെല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തനങ്ങളും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗപ്പെടുത്തി നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്ക് പ്രവർത്തന പരിധിയിലുള്ള SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനിച്ചു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ആദരണീയം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് S ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഡേവിസ് പൊഴേലിപ്പറമ്പിൽ, സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ബ്ലിസൺ C ഡേവിസ്, റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ PO ജെൻസൺ, MO ജോൺ, സെക്രട്ടറി ബ്രീസി ജോൺ എന്നിവർ സംസാരിച്ചു. അപ്പോൾ ആദ്യത്തെ ശത്രുവാണ് എന്നോട് പറഞ്ഞു, കൃഷ്ണ വളരെ സിമ്പിളാണ്, IASൽ ഏകദേശം 2000 മാർക്സ് എഴുതു പരീക്ഷയാണല്ലോ, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമാണല്ലോ, അതിനാലാണ് 8, 9 തീയതികളിലെ കടയടപ്പ് സമരത്തിന് മുന്നോടിയായി റേഷൻ ഡീലേഴ്സ് തലപ്പള്ളി താലൂക്ക് സംയുക്ത സമരസമിതി വിളംബര റാലിയും ധർണയും നടത്തി. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി സപ്ലൈ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ PN സുരേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. K സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു.
കൗൺസിലർ കെ അജിത് കുമാർ, സെബാസ്റ്റ്യൻ കോച്ചേരി, പ്രതീഷ് അപ്പു, വി ശ്രീധരൻ, സി കണ്ണൻ ചേറ്റുട്ടി, വി ആർ ബാലാജി, വി സുരേന്ദ്രനാഥൻ എന്നിവർ സംസാരിച്ചു. നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ സോണി തോമസ് അമ്പൂക്കൻ, സഞ്ജയ് ഗോപിനാഥ് എന്നിവർ തയ്യാറാക്കിയ പുസ്തകം പ്രകാശനം ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുവർ ഫ്രണ്ട്ലി ഗൈഡ് ടു ദി ഫ്യൂച്ചർ ഓഫ് ഇന്റലിജൻസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ പി ആർ ഷാലിജ് നിർവഹിച്ചു. രചയിതാക്കളായ സോണി തോമസ് അമ്പൂക്കൻ, സഞ്ജയ് ഗോപിനാഥ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് രാമകൃഷ്ണൻ, സെക്രട്ടറി NI വർഗീസ് എന്നിവർ പങ്കെടുത്തു. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം ആഘോഷിച്ചു. മാധ്യമപ്രവർത്തകൻ വൈശാഖ് കോമാട്ടിൽ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് K ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ G.P. ശ്രേയസ്, വാർഡ് കൗൺസിലർ രമണി പ്രേമദാസൻ, പ്രധാനാധ്യാപിക K ഗിരിജ, M.K. ബിന്ദു എന്നിവർ സംസാരിച്ചു. പീച്ചി വെള്ളക്കാരി തടത്ത് വീട്ടുമുറ്റത്ത് നിന്ന് രാജവെമ്പാലയെ പിടികൂടി. മോഡിയിൽ ജോയിയുടെ വീട്ടുമുറ്റത്ത് നിന്നാണ് വെള്ളിയാഴ്ച രാത്രി രാജവെമ്പാലയെ പിടികൂടിയത്. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി. ഏകദേശം 6 അടി നീളമുള്ള രാജവെമ്പാലയാണ് പിടികൂടിയത്. പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ തുറന്നുവിട്ടു. തലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. K. രാമചന്ദ്രൻ MLA ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, തലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷൈജു അയ്യഞ്ചിറ, CPM ഉല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം KA സുരേഷ്, KM വാസുദേവൻ, ബാങ്ക് സെക്രട്ടറി KV ഷാജു എന്നിവർ സംസാരിച്ചു. മാള ബ്ലോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ആരംഭിച്ച വിൽപ്പന കേന്ദ്രം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ബാബു, സാജൻ കൊടിയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷിജി യാക്കോബ്, ജോസ് മാഞ്ഞൂരാൻ, ബിന്ദു ഷാജു, സന്ധ്യ നൈസൻ, AA അഷ്റഫ് എന്നിവർ സംസാരിച്ചു. എടത്തുരുത്തി പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK ഫൽഗുനൻ, നൌമി പ്രസാദ്, പഞ്ചായത്ത് അംഗം PA ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് കൃഷിഭവൻ നടത്തുന്നുണ്ട്. ഞാറ്റുവേല ആരംഭത്തിലാണ് നമ്മളെല്ലാം കാർഷിക പ്രദേശമായ ഇന്ത്യ തന്നെ കാർഷിക രാജ്യമാണ്. അതോടൊപ്പം കേരളത്തിൽ കൃഷി ഇറക്കുന്നത് ഞാറ്റുവേലകളിൽ വെയിലും മഴയും മാറി മാറി വരുന്ന ആ ഒരു അന്തരീക്ഷം നമുക്ക് കേരളത്തിൽ മാത്രമേ അത് ലഭ്യമായിട്ടുള്ളൂ, അല്ലേ? പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്താണ് ധാന്യവിളകളെല്ലാം അങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ടു പോകുമ്പോൾ, കുരുമുളകും മേലും എല്ലാം കടത്തിക്കൊണ്ടു പോകുമ്പോൾ നമ്മുടെ ആൾക്കാർ വളരെ വേദനയോടെ പറഞ്ഞില്ലേ, നമ്മുടെ എല്ലാ കാർഷിക വിഭവങ്ങളും ബ്രിട്ടീഷുകാർ കൊണ്ടുപോകുന്നു, അവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകുന്നു, നമ്മൾ എന്താ ചെയ്യുക, അതിന് തടയാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാമൂതിരിയാണ് അത് ഭരിച്ചിരുന്നത്. ആദ്യാക്ഷരം കുറിച്ച വിദ്യാലയത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സമ്മാനിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1984 SSLC ബാച്ചാണ് മാതൃവിദ്യാലയമായ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലേക്ക് ഫാനുകളും വാഷ് ബേസിനും നൽകിയത്. ഓർമ്മച്ചപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായാണ് സഹായങ്ങൾ നൽകിയത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് NP അജയൻ, പ്രധാനാധ്യാപിക KA സുജിനി, SMC ചെയർമാൻ PT സുശാന്ത്, വിദ്യാർത്ഥി പ്രതിനിധി TA ശിവനന്ദ എന്നിവർ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ ഡൊമനിക് താണിക്കൽ, KM ശശിധരൻ, TG ജ്യോതിലാൽ, AK ബിന്ദു, TS ഹേമലത തുടങ്ങിയവർ പങ്കെടുത്തു. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. EK രാജലക്ഷ്മി, പാർവതി എന്നിവർ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾ ബഷീർ കഥകളിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതശാസ്ത്ര ക്ലബിന്റെ പ്രവർത്തനോദ്ഘാടനം ഗണിതശാസ്ത്ര ഗവേഷകൻ ടി.എൻ. രാമചന്ദ്രൻ നിർവഹിച്ചു. ക്ലാസ് മുറികളിൽ ഗണിതശാസ്ത്രത്തെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കാൻ നൂതനമായ ആശയങ്ങൾ അധ്യാപകർ കണ്ടെത്തണമെന്നും സാങ്കേതിക വിദ്യയുടെ പുരോഗതി മനക്കണക്ക് കൂട്ടുന്നതിനുള്ള കുട്ടികളുടെ കഴിവിനെ നിരുത്സാഹപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. പ്രധാനാധ്യാപകൻ ടി. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഗണിതശാസ്ത്ര ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് പി. എ. നിഖില, സെക്രട്ടറി അതുൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ഒല്ലൂർ വൈലോപ്പിള്ളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെയും കാർഷിക ക്ലബിന്റെയും നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത നടത്തി. ഒല്ലൂർ കൃഷിഭവൻ ഓഫീസർ രവീന്ദ്രൻ ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് ഷീബ ജോജി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് എസ്. ഗീതാ ദേവി, പ്രിൻസിപ്പൽ KV ബിനി, NSS പ്രോഗ്രാം ഓഫീസർ MS രാജേഷ്, സുനിത തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂളിൽ മൺസൂൺ സാഹിത്യോത്സവം സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ അഷ്ടമൂർത്തി സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ ഷാബു പ്രസാദ്, മാധ്യമപ്രവർത്തകൻ ബിജു ആന്റണി, എഴുത്തുകാരൻ CR ദാസ്, N. സ്മിത എന്നിവരും കുട്ടികളുമായി സംവദിച്ചു. വളരെ വലിയ പങ്കുണ്ട്. അന്ന് ആ പദ്ധതികൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത തൃശൂർ YWCA ദീപ പദ്ധതിയുടെ ഭാഗമായി CMS സ്കൂളിൽ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ P. രാമചന്ദ്രൻ ക്ലാസ് നടത്തി. ഹെഡ്മാസ്റ്റർ ഇൻചാർജ് സാമുവൽ തോമസ് അധ്യക്ഷത വഹിച്ചു. SH ഓഫ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ ദിനവും മെറിറ്റ് ഡേയും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ ചിരിയങ്കണ്ടത്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ ഐറിൻ ആന്റണി, പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, ഫാദർ ജോസ് ചാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കുട്ടികളിലെ കാഴ്ച പരിമിതികൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാമ്പ് നേത്രപരിശോധനയ്ക്ക് വിധേയയായി പ്രിൻസിപ്പൽ സിസ്റ്റർ പാവന റോസ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6765 രൂപ, പവന് 54,120 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3678 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ DAG ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെതിരെ പോലീസ് കള്ളക്കേസെടുത്തെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്ന് തൃശൂർ മേയർ MK വർഗീസ്. താൻ BJPയിലേക്ക് പോകുമെന്ന വാർത്തകൾ തെറ്റെന്നും മേയർ. തളിക്കുളം തമ്പാൻകടവ് അറപ്പയ്ക്ക് സമീപം കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. നീലഗിരി കൂനൂർ സ്വദേശി അമനെയാണ് കാണാതായത്. യുവാവിനായുള്ള തിരച്ചിൽ തുടരുന്നു. പോസ്റ്റ് ഓഫീസുകൾ വഴിയുള്ള പെൻഷൻ വിതരണം പ്രതിസന്ധിയിൽ. സാങ്കേതിക തടസ്സങ്ങളാൽ പെൻഷൻ വിതരണം വൈകുമെന്ന് അറിയിപ്പ്. പാലപ്പള്ളി കാരിക്കുളത്ത് കാട്ടാന ആക്രമണം. സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്തിറങ്ങിയ ആന ശുചിമുറിയും സെപ്റ്റിക് ടാങ്കും കൃഷിയും നശിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.